ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരി പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രേവതി വീട്ടിലേക്ക് ഇത്രയും നേരമായിട്ടും വന്നില്ല എന്നുള്ള ടെൻഷനിലാണ് നമ്മുടെ സച്ചി ഉള്ളത്. ആ ഒരു സമയം തന്നെ ശ്രുതി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ചന്ദ്രയുടെ നിർബന്ധപ്രകാരം തന്നെ അടുക്കളയിലേക്കായിട്ട് പോവാൻ കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ലക്ഷ്മി ആകട്ടെ ആകെ ടെൻഷനിലാണ്. രാവിലെ രേവതിയോട് സംസാരിച്ച നേരത്ത് രേവതി ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിച്ചത്. സച്ചി രേവതിയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ രീതിക്ക് ദേവുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി ഫോൺ വിളിക്കുന്നത് കേട്ടോ. സച്ചി ഫോൺ വിളിക്കുന്ന നേരത്തെ ഫോൺ എടുക്കുന്ന ദേവുവാണ്. ദേവുവിനോടായിട്ട് പറയുന്നുണ്ട്, രേവതി ചേച്ചി അവിടെ ഉണ്ടെന്നാണ്, അവളോട് ഇന്ന് വേഗം വരാൻ പറ, അവളെന്താ പറയാതെ പോയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചേച്ചി ഇവിടെ ഇല്ല എന്ന് ദേവു മറുപടി പറയുന്നുണ്ട്. ദേവുവിൻ്റെ മറുപടി സച്ചി ആകെ തകർക്കാണ് കേട്ടോ. വേഗം തന്നെ സച്ചി പറയുകയാണ്, ചിലപ്പോൾ അവൾ പൂ വിൽക്കാനായിട്ട് പോയതായിരിക്കും, എന്തായാലും തീർച്ചയായിട്ടും വരും, നിങ്ങളൊന്നും ടെൻഷനൊന്നും അടിക്കൊന്നും വേണ്ട, എത്രയും വേഗം തന്നെ ചേച്ചി വരുന്നതായിരിക്കും, വന്ന ഉടനെ തന്നെ ഞാൻ നിങ്ങളെ ഫോൺ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ടെൻഷനോട് കൂടിയിട്ടാണെങ്കിലും ദേവുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടാണ് സച്ചി ഫോൺ കട്ട് ചെയ്യുന്നത് കേട്ടോ. സച്ചി ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ അവിടെ ഉണ്ടായിരുന്നു ചോദിക്കുന്ന സമയത്ത് രേവതി ചേച്ചിയെ കാണാനില്ല, രേവതി ചേച്ചി ഇത്ര നേരമായിട്ട് വീട്ടിലെത്തിയിട്ടില്ല എന്നാണ് സച്ചേട്ടൻ പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലക്ഷ്മിക്ക് ആകെ സങ്കടമാണ്. ലക്ഷ്മി വേഗം തന്നെ വാസുദേവൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്നു നിന്നതിന് ശേഷം പറയും, നമ്മൾ മോളെ എവിടെ പോയി എന്നറിയില്ല, അവൾക്കൊരു യാതൊരുവിധ ആപത്തും വരുത്താതെ തിരികെ കൊണ്ടു നൽകണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കണം. ആ ഒരു സമയത്താണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. വന്നുടനെ തന്നെ രേവതി ഇത്രയും നേരമായിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യമെല്ലാം തന്നെ ദേവുവും ലക്ഷ്മിയും പറയുന്ന സമയത്ത് അയാളുടെ ശല്യം സഹിക്കാനാവാതെ രേവതി ചേച്ചി ചിലപ്പോൾ വീട് വിട്ടു പോയതായിരിക്കും, വെള്ളം അടിച്ച് വന്നിട്ട് രേവതി ചേച്ചിക്ക് ദേഷ്യപ്പെട്ട് കാണുമെന്നൊക്കെയാണ് ശരത്ത് പറയുന്ന സമയത്ത് നീ ഓരോന്ന് ഊഹിച്ച് പറയാൻ നിൽക്കേണ്ട ശരത്ത് എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ശരത്തിനെ വഴക്ക് പറയുന്നത്. എന്നിരുന്നാലും ശരത്ത് പറയുകയാണ്, ഞാൻ ഊഹിച്ചൊന്നും പറയുന്ന ഒന്നുമല്ല, രേവതി ചേച്ചി അവിടെ നല്ല രീതിയിലല്ല ജീവിക്കുന്നതെന്നൊക്കെ ശരത്ത് പറയാം കേട്ടോ. അതിനുശേഷം ശരത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടായിക്കൊണ്ടുവന്ന് ടേബിളിലേക്ക് വെക്കുന്ന സമയത്ത് ഇത്രയും വേഗം നീ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ ശ്രുതി, നല്ല മണമുണ്ട് എന്ന് ചന്ദ്ര പറയുന്ന കൂട്ടത്തിൽ തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം എന്താ ടേസ്റ്റ്, ഈ രസത്തിന് എന്താ ടേസ്റ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി ഇത് രസമല്ല, ഇത് ഉള്ളിക്കറിയാണ് നമ്മുടെ ശ്രുതി പറയുന്നത്. ഈ സമയത്ത് ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും ശ്രുതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിക്ക് തന്നെ ശ്രുതി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും നല്ല അടിപൊളി കറിയായിട്ടുണ്ട്, ഉള്ളിക്കറി പുതിയ രീതിക്ക് ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ശ്രുതിനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കൂട്ടം കറികൾ എടുക്കുമ്പോഴും ശ്രുതി ഉദ്ദേശിക്കുന്ന കറിയല്ല കേട്ടോ ശ്രുതി ഉണ്ടാക്കുന്നത്. അവസാനം ശ്രുതിയും ചന്ദ്രയും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് രവി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് മാറി നിൽക്കുകയാണ്. സച്ചി ആണെങ്കിൽ രവിയെ ഫോൺ വിളിക്കുന്നുണ്ട്, പക്ഷേ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ നിരാശയാണ് ഫലം. ഇതേ സമയം തന്നെ ചന്ദ്ര പറയുന്നത്, രവിയേട്ടൻ നിങ്ങൾ വാ, സമയം ഇത്ര ആയാലും ഇനി അവൾ വരാനൊന്നും പോകുന്നില്ല, വേഗം ഒന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കി എന്നൊക്കെ പറയുന്ന സമയത്ത് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് ചന്ദ്ര, നീ നിന്റെ മോനെയും മരുമോളെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, എന്നിരുന്നാലും ഈ നാക്കുകൊണ്ടൊന്നും നല്ലതെങ്കിലും ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയെ രവി കുറ്റപ്പെടുത്തുന്നൊക്കെ കേട്ടിട്ട് ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അങ്കിൽ ചിലപ്പോൾ രാവിലത്തെ സച്ചിയുടെ രേവതിയുടെ വഴക്കിൻ്റെ ബാക്കി മൂലമായിരിക്കും ചിലപ്പോൾ ഈ രേവതി ഇറങ്ങിപ്പോയതെന്ന് പറയുന്ന സമയത്ത് എന്താ ഇവിടെ സംഭവിച്ചതെന്ന് സച്ചിയോടായിട്ട് രവി ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തൻ്റെ സുഹൃത്ത് വന്ന നേരത്ത് താൻ ഇങ്ങനെ സംസാരിച്ചു, അത് രേവതിയെ വല്ലാതെ വേദനിപ്പിച്ചു എന്നൊക്കെ സച്ചി രവിയോട് പറയുന്ന സമയത്ത് സച്ചി, നിന്റെ നാക്ക് മര്യാദയ്ക്ക് വെക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് എന്തൊക്കെ പറയണം എവിടെയൊക്കെ പറയണമെന്ന് നിനക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല, നിന്നോട് പലതവണ പറഞ്ഞു തന്നിട്ടുള്ളല്ലേ എന്നൊക്കെ രവി പറയുന്നുണ്ടെങ്കിൽ സച്ചി പറയുകയാണ്, അച്ഛൻ ഞാൻ അവളെ വേദനിപ്പിക്കാൻ പാകത്തിന് പറഞ്ഞല്ല, ഒരു തമാശ രൂപേണ പറഞ്ഞതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിന്റെ തമാശ, നിനക്ക് എവിടെയൊക്കെ എന്തൊക്കെ പറയണമെന്ന് ഇപ്പോഴും നിനക്ക് അറിയാൻ പാടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ വഴക്ക് പറയുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതൽ തന്നെ സച്ചിയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രീകാന്ത് ആവട്ടെ രേവതി വരാത്തതിൻ്റെ വലിയ ടെൻഷനിൽ തന്നെയാണ് ഉള്ളത്. ഇതിനിടെ തന്നെ രവി പറയുന്നുണ്ട്, എനിക്ക് ആകെ പേടിയാവുന്നു, അവൾ ആരോടും പറയാതെ എങ്ങോട്ടേക്കും പോയി എന്നാണെങ്കിൽ സച്ചിയോട് പിണക്കവുമാണെന്ന് പറയുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേഗം തന്നെ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എനിക്ക് പേടിയാവുന്നു, രേവതി അവളെനിക്ക് വേണം അച്ഛൻ, ഞാൻ അവളെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോകാനിരിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, നീ മാത്രം പോകണം, ഞാനും കൂടെ വരാമെന്ന് പറയാം കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, വേണ്ട അച്ഛൻ, ഞാൻ വേഗം പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സങ്കടത്തോടും ടെൻഷനോടും കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം ഈച്ചേനെ വിളിക്കുകയാണ്. ഈച്ചനെ വിളിച്ചതിന് ശേഷം രേവതിയെ കാണാനില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഈച്ചയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നീ എന്തായാലും വെയിറ്റ് ചെയ്യും, നിന്റെ കൂടെ ഞാനും വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ കൂടെ രേവതി അന്വേഷിക്കാണ്ട് ഈച്ചയും കൂടെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇതേ നേരം നമ്മുടെ രവി ആകട്ടെ രേവതി വരാത്തതിൻ്റെ ടെൻഷനിൽ ആകെ മനപ്രയാസം മൂലം നിൽക്കുകയാണ്. രവിയുടെ ആ ഒരു വെപ്രാളമൊക്കെ കാണുന്ന സമയത്ത് ശ്രീകാന്തും ശ്രുതിയും എല്ലാവരും കൂടി ഓടിച്ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത്, അച്ചാച്ചൻ ടെൻഷനൊന്നും അടിക്കൊന്നും വേണ്ട, രേവതി ചേച്ചിക്ക് ഒന്നും വരികയില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുന്ന സമയത്ത് നമ്മുടെ
ചന്ദ്ര എന്നാൽ ഒരു നെഗറ്റീവോട് കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ആ ഒരു സമയത്ത് ചന്ദ്രയോട് നല്ല രീതിയിൽ തന്നെ തക്ക മറുപടിയും രവി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി ചന്ദ്രയോടായിട്ട് അമ്മയൊന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ കൂട്ടിക്കൊണ്ട് തൻ്റെ റൂമിലേക്കായിട്ട് ചെല്ലുകയാണ്. കൂടുതൽ തന്നെ ശ്രുതിയും ഉണ്ടാവും. ചെന്ന ഉടനെ തന്നെ ശ്രുതി ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട്, അമ്മ അവളുടെ റൂമിലൊക്കെ നോക്കി എന്തെങ്കിലും കത്ത് കിട്ടിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്ത് കത്ത്, അവൾ എന്ത് കത്ത് എഴുതാനായിട്ട് ഇപ്പോൾ ഈ കാലത്ത് ആരെങ്കിലും കത്ത് എഴുതുമോ എന്നൊക്കെ ചന്ദ്ര കളിയാക്കുന്ന രീതിക്ക് ചോദിക്കുമ്പോഴത്തേക്കും അതല്ല അമ്മ, സാധാരണ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരെല്ലാം തന്നെ കത്ത് എഴുതി വെച്ചിട്ടാണല്ലോ പോകുന്നത്. ഇനിയിപ്പോൾ അവളെങ്ങനെ അമ്മയുടെ പേര് എഴുതി വെച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണെങ്കിൽ എന്നൊക്കെയാണ് ശ്രുതി പറയുന്ന സമയത്ത് ശ്രുതി നീ എന്തിനാ വെറുതെ ആൻറ്റിയെ പേടിപ്പിക്കുന്നത് ശ്രുതി ചോദിക്കുന്നുണ്ടെങ്കിൽ ശ്രുതി പറയുക, അല്ല ശ്രുതി നമ്മൾ അതേ രീതിക്ക് ചിന്തിക്കണം. അവളുടെ വീട്ടിൽ നേരത്തെ അവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്താണ്, അതേ രീതിക്ക് അവൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയാനുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്ര ആകെ ടെൻഷൻ അടിക്കുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല, സച്ചിയാണ് അവളെ പറ്റി ഓരോന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര വളരെയധികം ടെൻഷനോട് തന്നെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് ശ്രുതി വേഗം തന്നെ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി നീ എന്തിനാ വേണ്ടാതിനൊക്കെ ആൻറ്റിയോട് പറഞ്ഞു കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഇപ്പോഴത്തെ കാലത്ത് അമ്മായിമ്മ പോര് കൂടുതലാവുന്ന സാഹചര്യത്തിൽ മരുമക്കൾ ഇതുപോലെ കത്തെഴുതി വെച്ചിട്ടാണ് ചാവാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോടായിട്ട് ശ്രുതി പറയുന്നത്. ഇതെല്ലാം പുറത്തുനിന്ന് കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രയാകെ വിളറി വിയർക്കുവാണ് കേട്ടോ. ഇതേ സമയം തന്നെ സച്ചിയും ഈച്ചയും കൂടിയിട്ട് രേവതി അന്വേഷിച്ച് പോവുകയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.